2 ദിവസം കൊണ്ട് ഈ ചൂരയുടെ തല ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇതിനൊരു മോചനം കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകിട്ടത്തേക്ക് കറിയൊന്നുമില്ല, രാത്രിയിലത്തേക്ക്. അപ്പം ഇതൊരു ചെറിയ ചൂരയുടെ തലയാണ് കേട്ടോ. നമ്മൾ ചൂരയുടെ തല ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ വേവിക്കുന്നത്. ഒറ്റ ഇതായിട്ട് കറി വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പം എനിക്ക് വഴറ്റാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് അധികം ഇടും കേട്ടോ. ഇനി എല്ലാ കറിക്കും ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടും. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കളറിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്ന ഒരു കയ്യിൽ വെച്ചു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കുടംപുളി ഇട്ടായിരുന്നു, പിന്നെ ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാൻ പിന്നെ അടപ്പ് തുറന്ന് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറുതായിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവസാനം എല്ലാം കൂടെ ഒരു പാടായിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ടങ്ങ് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തല നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് കുളമാവുമെന്നാണ്. കാരണം തട്ടിക്കൂട്ടി വെച്ചതാണല്ലോ. പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ.